നമുക്കറിയാം, നമ്മളെ പോഷൻ ട്രാക്കറിനകത്ത് നമ്മളെ കുടുംബ സർവേ നടത്തി ആയത് രേഖപ്പെടുത്തുന്നതിനുള്ള രജിസ്റ്റർ സജ്ജമായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ പൂർണ്ണ രൂപം അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ കുറച്ച് ടീച്ചേഴ്സിന് സംശയങ്ങളുണ്ടായിരുന്നു. ആ സംശയങ്ങളാണ് നമ്മൾ തീർക്കാൻ പോകുന്നത്. അതായത്, നമ്മൾ ഒരു തവണ ഫാമിലി സർവേ രജിസ്റ്റർ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് നമുക്ക് തിരുത്താൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മളുടെ ഒരു രാധ ടീച്ചറുടെ സംശയം. ആ ടീച്ചറുടെ സംശയത്തിനുള്ള മറുപടിയാണ്, നമ്മൾക്ക് ഈ ഫാമിലി സർവേ ഒരു തവണ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് തിരുത്തലുകൾ വരുത്താൻ കഴിയില്ല. പകരം ആ മെമ്പറെ നമുക്ക് പൂർണ്ണമായും നീക്കം ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷനിലൂടെ അവരെ നീക്കം ചെയ്യാൻ നമുക്ക് കഴിയും. അതിനുശേഷം വീണ്ടും പുതുതായി നമുക്ക് അവരെ രജിസ്റ്റർ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെയാണ് ഫാമിലി ഹെഡ്. ഒരു കുടുംബനാഥനെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വിവരങ്ങൾ നമുക്ക് തിരുത്താൻ കഴിയില്ല. പകരം അവരെ പൂർണ്ണമായി നീക്കം ചെയ്ത് പുതിയൊരു മെമ്പറെ ആഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ അവരെ ആ കുടുംബത്തിൻ്റെ നാഥനായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ജുമാന എന്ന് കാണുന്ന ഒരു ഫാമിലി ഹെഡിനെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവരാണ് ആ ഫാമിലിയിലെ കുടുംബനാഥ. അവരുടെ മെമ്പറെയാണ് നമ്മൾ ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത്. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ 2 ഓപ്ഷൻ വന്നു. പോഷൻ ട്രാക്കറിനകത്ത് ഈ ജുമാന എന്ന് പറയുന്നവരുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും നമ്മളെ പോഷൻ ട്രാക്കറിനകത്ത് ഗുണഭോക്താക്കളായിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ പ്രൊഫൈലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അങ്ങനെയില്ല, പോഷൻ ട്രാക്കറിനകത്ത് അത്തരത്തിലൊരു ഗുണഭോക്താവ് അവരുടെ കുടുംബത്തിലില്ല എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ന്യൂ പ്രൊഫൈൽ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ആധാർ ഡീറ്റെയിൽസ് നമ്മളിവിടെ അതിനകത്തേക്ക് എൻ്റർ ചെയ്ത് വിടണം. അവരുടെ പേര് നമ്മൾ കൊടുക്കുന്നുള്ളൂ. അവരുടെ ജെൻഡർ രേഖപ്പെടുത്തി അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അത് നമ്മൾ രേഖപ്പെടുത്തി. ആ ഫാമിലിയുമായുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളതാണ്. മകളാണ്. അതിനുശേഷം അവരുടെ മാരീഷ്യൽ സ്റ്റാറ്റസ് ആണ്, അവർ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അംഗനവാടി സേവനങ്ങൾ അവർ സ്വീകരിക്കുന്നുണ്ടോ. അതിനുശേഷം സബ്മിറ്റ് ആൻഡ് പ്രൊസീഡ് എന്ന ബട്ടൺ കൊടുത്തതിന് ശേഷം സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് ഞങ്ങൾക്ക് ഒരു മെസ്സേജ് അവിടെ കാണാം. അത് തിരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ ഫ്രണ്ട് പേജിലേക്ക് വരും. അത് ജുമാന എന്ന് പറയുന്ന ഫാമിലി ഹെഡിലെ ആ ലിസ്റ്റാണ്. ആ കുടുംബ വിവരങ്ങളിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പോൾ ജുമാന ജെ എന്ന് പറയുന്ന കുടുംബനാഥയുടെ കുടുംബ വിവരങ്ങളാണ് ഈ ഒരൊറ്റ പേജിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക. അതിൽ നേരത്തെ നമ്മൾ ഫാമിലി ഹെഡായിട്ട് ജുമാന ജെ ആഡ് ചെയ്ത് കഴിഞ്ഞതാണ്. അതിനുശേഷം നമ്മൾ ഒരു മെമ്പറെ കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് വന്നു. ഈ ആഡ് ചെയ്ത ഒരാളെ തിരുത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യമായിരുന്നു നമുക്ക് മുന്നിലുണ്ടായിരുന്നത്. തത്സമയം നമ്മൾ ഒരാളെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതേ സമയം തന്നെ നമുക്ക് ഇവർക്ക് തിരുത്താനോ ഇവരെ നീക്കം ചെയ്യാനോ കഴിയില്ല. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഒരു ഡിലീറ്റ് ഐക്കൺ അവിടെ കാണും. ഇപ്പോൾ ഡിലീറ്റ് ഐക്കൺ ആക്റ്റീവായിട്ട് കാണുന്നില്ല, അതായത് തെളിഞ്ഞു വരുന്നില്ല. കാരണം ഇത് 24 മണിക്കൂറിന് ശേഷം മാത്രമാണ് ഈ പറയുന്ന ഗുണഭോക്താവിന് നേരെ ഈ ഡിലീറ്റ് ഓപ്ഷൻ വരികയുള്ളൂ. ആ സമയം 24 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഈ ഗുണഭോക്താവിൻ്റെ വിവരങ്ങൾ തിരുത്താനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ സാധിക്കും. കുടുംബ സർവേ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി 24 മണിക്കൂറിന് ശേഷം നമ്മൾ രേഖപ്പെടുത്തിയ ഓരോ ഗുണഭോക്താക്കളെയും നമുക്കിതുപോലെ കാണാൻ കഴിയും. ഇത്തരത്തിൽ പ്രത്യക്ഷമായി വരുന്ന ഈ ഗുണഭോക്താക്കളെ 24 മണിക്കൂറിന് ശേഷം നമ്മൾക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നതാണ്. ഇതിനെ എഡിറ്റ് ചെയ്ത് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ മാത്രം തിരുത്താൻ നമുക്ക് കഴിയില്ല. പകരം പൂർണ്ണമായും ആ ഗുണഭോക്താവിനെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഈ കാണുന്ന ഡിലീറ്റ് ഐക്കൺ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും. ആ കൺഫർമേഷൻ മെസ്സേജിൽ യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ മെമ്പർ നമ്മളുടെ ഈ ഫാമിലി രജിസ്റ്ററിൽ നിന്നും പൂർണ്ണമായും ഡിലീറ്റ് ചെയ്യപ്പെടും. ഇത്തരത്തിലാണ് നമ്മളെ ഫാമിലി സർവേ രജിസ്റ്ററിൽ നിന്ന് ഒരു ഗുണഭോക്താവിനെ അല്ലെങ്കിൽ ഒരു മെമ്പറിനെ നീക്കം ചെയ്യാൻ സാധിക്കുക. ഒരിക്കൽ കൂടി ഓർമ്മിക്കുക, ഒരു തവണ പോഷൻ ട്രാക്കറിനകത്തേക്ക് രേഖപ്പെടുത്തിയ മെമ്പറിനെ തത്സമയം തന്നെ നീക്കാനുള്ള ഓപ്ഷൻ നിലവിലില്ല.
അപ്ഡേറ്റ് ചെയ്യാനോ തിരുത്താനോ അതായത് എഡിറ്റ് ചെയ്യാനോ കഴിയില്ല. പകരം ഡിലീറ്റ് ഓപ്ഷൻ മാത്രമാണ് നമുക്കുള്ളത്. അത് തത്സമയം നമുക്ക് സാധിക്കില്ല. പകരം 24 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ പറയുന്ന മെമ്പറിനെ നമ്മളുടെ ഫാമിലി സർവേ രജിസ്റ്ററിൽ നിന്ന് പൂർണ്ണമായിട്ടും ഡിലീറ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് നമ്മൾക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. താങ്ക് യു.